ചില്ലറ കാറൊന്നുമില്ല. എന്ത് കാറാണ്? അവിടുത്തെ ചേട്ടനെ ചായ പിയോ നമ്മള് കട്ട്ലറ്റ് പൂച്ചക്കാള വാങ്ങിയത് മനസ്സിലിരുന്ന് കൊള്ളാലേ. സോ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് ഈ വർഷം ചേഞ്ച് ചെയ്യണം അടുത്ത വർഷത്തേക്ക്, അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഡു മെൻഷൻ ഇറ്റ് ഇൻ അവർ കോമെന്റ് സെക്ഷൻ. Welcome to the final episode of 2024. So guys, let's go for shopping. So hi, hello, welcome back to Sodhi Cookies YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. And today will be the final vlog of 2024. നമ്മളെവിടെ പോണേട്ടാ? So 2024 is like a very special year. നമ്മളെന്താ പറയാ, it was like a roller coaster of things that happened in my life. Good and the bad. Good and the bad. നമ്മുടെ കല്യാണം അതെല്ലാം 2024 ആയിരുന്നു. സോ ഇറ്റ്സ് ഗോണ ബി എ വെരി സ്പെഷ്യൽ ഇയർ ത്രൂ ഔട്ട് അവർ എൻറ്റയർ ലൈഫ് ജേർണിയിൽ. സോ ഇവിടെ യു എയിലിപ്പോൾ വിൻ്റർ തുടങ്ങി, വിൻ്റർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നല്ല തണുപ്പാണ്. December 29th ആൻഡ് ദിസ് വിൽ ബി ദ ഫൈനൽ വീക്കെൻഡ് ഓഫ് 2024 ആൻഡ് ന്യൂ ഇയർ ഈവ് ഈസ് നിയർ. ന്യൂ ഇയർ ആവാനായി. സോ ലൈക്ക് ന്യൂ ഇയർ പ്ലാൻസ് എന്തായിട്ടാ? അതെ, അവധി കിട്ടുക, കിടന്നുറങ്ങുക, ഇതാണ് പരിപാടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് സ്റ്റേറ്റസ്. ആക്ച്വലി ഞാനൊരു ലെവലപ്പ് വ്ലോഗ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ലൈക്ക് ലെവലപ്പ് ഫോർ 2025 എന്ന് പറഞ്ഞിട്ട്. എന്ന് പറയുമ്പം ലൈക്ക് വാട്ട് ഓൾ തിങ്സ് വി ഹാവ് അച്ചീവ്ഡ് ദിസ് ഇയർ, വാട്ട് ഓൾ തിങ്സ് വി ഹാവ് ടു ചേഞ്ച് ഫോർ നെക്സ്റ്റ് ഇയർ ആണ് പ്രാക്ടീസ് ചെയ്യേണ്ട. കുറച്ച് നല്ല കാര്യങ്ങൾ, ഗുഡ് ഹാബിറ്റ്സ്, അങ്ങനെയൊക്കെ വിചാരിച്ചു ഇന്ന് പോകുന്ന ഒരു ഫുൾ വ്ലോഗ്, ഒരു ഡേ. ആക്ച്വലി ഡേ എന്ന് പറയാൻ പറ്റത്തില്ല, ഈവനിങ് 4 o'clock ആയിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ അതിൻ്റെ ഇടയിൽ അതിനെ കുറിച്ചിട്ടും കൂടെ സംസാരിക്കാമെന്ന്. സോ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് ഈ വർഷം ചേഞ്ച് ചെയ്യണം അടുത്ത വർഷത്തേക്ക്? ഈ വർഷത്തെ നമ്മളിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ആയിരിക്കും, ഓർ ലൈക്ക് എനി ഓഫ് അവർ നേച്ചർ, അല്ലെങ്കിൽ നമ്മൾ ഈ തവണ ചെയ്തിട്ടുള്ള, നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അടുത്ത വർഷം അത് സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഡു മെൻഷൻ ഇറ്റ് ഇൻ അവർ കോമെന്റ് സെക്ഷൻ. ഓക്കെ, സോ ചേട്ടൻ പറ, അടുത്ത വർഷം എന്ത് ചേഞ്ച് കൊണ്ടുവരണം എന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം? ലൈക്ക് യു ഡോണ്ട് ഹാവ് ഇറ്റ് നൗ, നെക്സ്റ്റ് ഇയറിൽ അങ്ങനെ കൊണ്ടുവരണം, എന്നെ കളയണമെന്നാ? മനസ്സിലിരുന്ന് കൊള്ളാലേ. പറ, എന്ത് പുതിയ കാര്യം അടുത്ത വർഷം ഇന്നത് ചെയ്യണം എന്നാണ് ഏട്ടന്റെ ആഗ്രഹം? ഏട്ടൻ പറ. അങ്ങനെ ചോദിച്ചാല് ചേഞ്ച് ചെയ്യണം. എനിക്ക് നേടണം എന്ന ആഗ്രഹമുള്ള ഒരു കാര്യം പറ. ഓക്കെ, ഒരു നല്ല കാർ എടുക്കണം എന്നാണ് ചേട്ടന്റെ ആഗ്രഹം. അത് നെക്സ്റ്റ് ഇയർ. ഹിസ് ഫോണ്ട് ഓഫ് കാർസ് ആക്ച്വലി. കാർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്ത് വേണം എന്ന് നമ്മൾ ചോദിക്കൂലേ, എന്താ വേണ്ടേ? അപ്പൊ പറയാം എനിക്കൊരു കാറിങ് വാങ്ങിത്താന്ന്, ഇല്ല എനിക്കൊരു മിഠായി വാങ്ങിത്താന്ന് പറയുന്നത് എന്റെ ആഗ്രഹത്തിലാണ് പറയുന്നത്. അത് ചില്ലറ കാറൊന്നുമില്ല. എന്ത് കാറാണ്? ഓക്കെ, സർപ്രൈസ്. നമ്മളെന്തെങ്കിലും ലൈഫിൽ വാങ്ങുന്നതായിരിക്കും അല്ലേ? ലൈക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് ലൈക്ക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. Gratitude means like we should be always grateful for the things what we have in our life. Basement parkingലോട്ട് വന്നതാണ്, ഇരുട്ടായി പോയി. അപ്പോൾ എവിടെ? നെസ്റ്റോയാ? നെസ്റ്റോ. Yeah, so we have come to Nesto. കുറേ ബഷീർ സാറിന്റെ നെസ്റ്റോ. നെസ്റ്റോ ഓണർ ഫുൾ ഇരുട്ടാണ് ബേസ്മെന്റ് പാർക്കിംഗ്. ആരാണ് നെസ്റ്റോ ഓണർ? എനിക്കറിയില്ല ആരാണ്. മിസ്റ്റർ ബഷീർ. ശരിക്കും ഗൂഗിൾ ചെയ്തു. നെസ്റ്റോ ഒരു ഷോപ്പിംഗ് വന്നിട്ടാണ് ഗൈസ്. ഡ്രസ്. അയ്യോ, ഇതായി
ഇതാണ് പഴയ രാജാവായിരുന്നു, വലിയ കോയി തമ്പുരാൻ. അപ്പോൾ ഇപ്പോൾ നെസ്റ്റോയിൽ ഇവിടെ ഇയർ എൻഡ് ഓഫേഴ്സ് ഒക്കെ നടക്കുകയാണ്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് കാറിൽ വെക്കുന്ന നമ്മൾ കാർ ഹോൾഡർ കുറേ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഏത് വാങ്ങിച്ചാലും അത് ഇരിക്കത്തില്ല, ഹോൾഡായി ഇരിക്കത്തില്ല. ചേട്ടൻ്റെ ഫോൺ നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്, എന്താവും നോക്കാം. ആൻഡ് ദെൻ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ബാക്ക് ടു സ്കൂൾ, വിന്റർ ബ്രേക്ക് കഴിഞ്ഞ് ഇനിയിപ്പം January 2 ഒക്കെ ആകുമ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബുക്സ്, ബാഗ്, വാട്ടർ ബോട്ടിൽസ്, സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ വാങ്ങാനായിട്ട്. അങ്ങനെ അവിടെ കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ എനിക്കൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഒരു കസ്റ്റമർക്ക് വാങ്ങാനുണ്ടായിരുന്നു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ആക്ച്വലി കുറച്ച് ആദ്യം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങി. നമ്മളിനി ഒരു പാർക്കുണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഒരു സുന്ദരി പൂച്ച വിളുകളായിരിപ്പുണ്ട്. സാഹിത്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി പറഞ്ഞു നിർത്തിയത് എന്തോന്നായിരുന്നു, റെസല്യൂഷൻ. അതായത് ലൈക്ക് പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. സൗണ്ട് ഉണ്ടാക്കിയോണ്ടാണ് അടുത്തോട്ട് വരുന്നത്. ഞാൻ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ടത്. ടു ബി ഹാപ്പി, ടു ബി ഗ്രേറ്റ്ഫുൾ, ലൈക്ക് വി ആർ ലക്കി ഇനഫ് ടു ഹാവ് ദോസ് തിങ്സ് എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഹാപ്പി ആവാറുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും നമുക്കത് പറ്റണം എന്നില്ല. അപ്പോൾ ഇനി തൊട്ട് ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മൾ ആ പൂച്ചക്കുട്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം നമ്മൾ അടുത്ത് നിന്നപ്പോൾ പിന്നെ നമ്മളെ പിന്നാലെ വരുന്നു. അവിടുത്തെ ചേട്ടനെ ചായ പിയോ നമ്മൾ കട്ട്ലറ്റ് പൂച്ചക്കാല വാങ്ങിയത് പറഞ്ഞത്. കട്ട്ലറ്റാണത്. പിന്നെ Okay, so second one is like ഞാൻ മനസ്സിലാക്കിയത് മാക്സിമം നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ഇഫ് ദർ ഈസ് സംതിങ് നെഗറ്റീവ് അബൌട്ട് സംതിങ്, അപ്പോൾ അതിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കാൻ ട്രൈ ചെയ്യാം. ലൈക്ക് അത് ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് സൈഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. കൊള്ളാമല്ലേ ഇത്? ഇതൊരു വെൽവെറ്റിൻ്റെ ടെക്സ്ചർ പോലെ ഫീൽ ചെയ്യണം നമുക്ക് അതിടുമ്പോൾ. ഓക്കെ, സോ പാർക്ക് കൊള്ളാമല്ലേ? ഗുഡ്. ആൻഡ് പിന്നെന്താ പറയാൻ വന്നേ, അപ്പോൾ തേർഡ് വൺ ഈസ് ലൈക്ക് സെൽഫ് കെയർ. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫായിട്ട് നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തി, ലൈക്ക് വി ഓൾവേസ്, ഇപ്പം ഞാൻ ലൈക്ക് എൻ്റെ പേഴ്സണാലിറ്റി പറയുമ്പോൾ I always spend time for my loved ones or people around me who makes me happy or who are important to me, whom I love. അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. ആക്ച്വലി അത് നമ്മളത് കുറച്ചും കൂടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാവാം, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പെർട്ടിക്കുലർ തിങ്, ഒരു ഹോബി ആവാം. സോ അത് മാക്സിമം ട്രൈ ചെയ്യാം നമ്മൾ. ലൈക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ തിങ് ആണ് നമ്മൾ എല്ലാവരുടെ ലൈഫിൽ ടു ഹെൽപ്പ് അസ് മൂവ് ഫോർവേഡ്, ടു ലീവ് ഫോർവേഡ് ഈച്ച് ഡേ. അപ്പോൾ അതിന് ചിലപ്പോൾ അത് ആൾക്കാരായിരിക്കാം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സെൽഫ് കെയർ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേയൊക്കെ
will be happy and positive towards life. സോ ഗൈസ് അതൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് വിഷിങ് എവ്രി വൺ എ വെരി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് 2025 എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഗൈസ് അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു ആക്ച്വലി. ലൈക്ക് എനിക്കൊരു ഈ ഒരു വർഷത്തിൻ്റെ ഒരു എൻഡിങ് വ്ളോഗ് പോലെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ചെയ്യാമെന്ന്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ഇഫ് യു ആർ ഹാപ്പി വിത്ത് ദാറ്റ് ഗോ അഹെഡ് വിത്ത് ദാറ്റ്. അത്രേ ഉള്ളൂ. ആൻഡ് അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ ഫോർ ഓൾ ദ സപ്പോർട്ട്, ലവ് ആൻഡ് ബ്ലെസ്സിങ്സ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.